സിവിൽ സർവീസ് 2023 ഫലം പ്രഖ്യാപിച്ചു. ആദിത്യ ശ്രീവാസ്തവ 1ാം റാങ്കും അനിമേഷ് പ്രധാൻ 2ാം റാങ്കും ഡൊണൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും നേടി. എറണാകുളം സ്വദേശിയായ PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ് 4ാം റാങ്ക്. സിദ്ധാർത്ഥ് രാംകുമാറിന്റെ 4ാമത്തെ സിവിൽ സർവീസ് നേട്ടമാണിത്. 2022-ൽ 121ാം റാങ്കാണ് സിദ്ധാർത്ഥ് നേടിയത്. നിലവിൽ IPS ട്രെയിനിങ്ങിലാണ്. മലയാളികളായ വിഷ്ണു ശശികുമാർ 31ാം റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും നേടിയിട്ടുണ്ട്. ബെഞ്ചോ പി ജോസ് 59, കസ്തൂരിഷ 68, ഫാബി റഷീദ് 71, പ്രശാന്ത് എസ് 78, ആനി ജോർജ് 93, ജി ഹരിശങ്കർ 107, ഫെബിൻ ജോസ് തോമസ് 133, മഞ്ജുഷ ബി ജോർജ് 195, നെവിൻ കുരുവിള തോമസ് 225, മഞ്ജുമ പി 235, ഫാത്തിമ ഷിംല 317, ഭരത് കൃഷ്ണ പിഷാരടി 347, അമൃത എസ് 398 എന്നിവരാണ് ഉയർന്ന റാങ്ക് നേടിയ മറ്റ് മലയാളികൾ. 1105 തസ്തികയിലേക്കാണ് ഇക്കൊല്ലം അപേക്ഷ ക്ഷണിച്ചിരുന്നത്. മെയ് 2023 പ്രിലിമിനറി പരീക്ഷ. സെപ്റ്റംബറിൽ മെയിൻ പരീക്ഷ നടന്നു. മെയിൻസ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് ജനുവരി 2 മുതൽ ഏപ്രിൽ 9 വരെയായിരുന്നു അഭിമുഖം. ഏതായാലും മലയാളികൾക്ക് വീണ്ടും തിളക്കം. ഒരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എത്ര തവണ ശ്രമിക്കും? ശ്രമങ്ങളെല്ലാം തന്നെ ആഗ്രഹത്തിന്റെ തൊട്ടടുത്ത് എത്തിയാൽ നിർത്തിപ്പോകുമോ? ഇല്ലെന്നാണ് സിവിൽ സർവീസ് 4ാം റാങ്ക് നേടിയ PK സിദ്ധാർത്ഥിന്റെ ഉത്തരം. 4 തവണ സിദ്ധാർത്ഥ് തന്റെ IAS മോഹത്തിനായി പടപൊരുതി. 3ാം വട്ടം IPS കരസ്ഥമാക്കി. എല്ലാവരും അവിടെ അവസാനിച്ചെന്ന് കരുതിയപ്പോഴും സിദ്ധാർത്ഥ് അവിടെയൊന്നും നിന്നില്ല. IAS മോഹത്തിന് പിന്നാലെ വീണ്ടും അവസാനം 4ാം റാങ്ക് നേടി സിദ്ധാർത്ഥ് തന്റെ അഭിലാഷം പൂർത്തിയാക്കി. 2019-ൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യ കടമ്പയായ പ്രിലിമിനറി പോലും കടക്കാൻ സിദ്ധാർത്ഥിനായില്ല. എന്നാൽ IAS മോഹം ഉള്ളിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ് ആത്മവിശ്വാസത്തോടെ പഠിച്ച് 2020-ൽ വീണ്ടും പരീക്ഷ എഴുതി. ഇത്തവണ റാങ്ക് ലിസ്റ്റിന് പകരം റിസർവ് ലിസ്റ്റിലാണ് ഇടം പിടിക്കാനായതെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികോം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസിൽ ജോലി ലഭിച്ചു. സിവിൽ സർവീസ് മോഹം ഒപ്പം കൂട്ടിയാണ് സിദ്ധാർത്ഥ് ജോലിക്ക് കയറിയത്. ജോലിക്കിടയിലും കൃത്യമായ പഠനത്തിനും പരിശീലനത്തിനും സമയം കണ്ടെത്താനും സിദ്ധാർത്ഥ് മറന്നില്ല. അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. അമ്മ രതി, അച്ഛൻ രാംകുമാർ ചിന്മയ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. സഹോദരൻ ആദർശ് കുമാർ ഹൈക്കോടതിയിൽ വക്കീലാണ്. ഏതായാലും ജോലി രാജിവെച്ചില്ല, പഠിക്കുന്നത് പോലും പറഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ IAS നേട്ടം പറഞ്ഞത് TV-യിലൂടെ. കുടുംബക്കാരും നാട്ടുകാരും ഒന്നാകെ സന്തോഷത്തിലാണ്. ഏതായാലും കൊച്ചിക്കാരുടെ അഭിമാനമാവുകയാണ് സിദ്ധാർത്ഥ് രാംകുമാർ. 2019-ൽ ആർക്കിടെക്ചർ ബിരുദം പൂർത്തിയായ സിദ്ധാർത്ഥ് അന്നു മുതൽ സിവിൽ സർവീസ് മോഹത്തിന് പിന്നാലെയായിരുന്നു. 5 തവണ സിദ്ധാർത്ഥ് പരീക്ഷ എഴുതി. ആദ്യത്തെ തവണ പ്രിലിമിനറി പോലും കടക്കാതിരുന്ന സിദ്ധാർത്ഥ് പിന്നീട് തുടർച്ചയായി 3 വർഷം ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഓരോ തവണയും സ്വന്തം റാങ്ക് മെച്ചപ്പെടുത്താനും സിദ്ധാർത്ഥിനായി. IPS ട്രെയിനിങ്ങിലിരിക്കെയാണ് പുതിയ നേട്ടം. 2019-ൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യ കടമ്പ കടന്നില്ല. എന്നാൽ പിന്നീട് ആത്മവിശ്വാസത്തോടെ പഠിച്ച് പരീക്ഷ എഴുതി. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ വലിയ വിജയം വരെ.